ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. നീ എങ്ങോട്ടാടാ ഈ തള്ളിക്കറി വരുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കടാ. രണ്ടുപേരും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ഞങ്ങൾ ചെറിയ സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടു തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. അപ്പൊ കാണട്ടെ. പഞ്ചായത്ത് ജെട്ടി, ഗംഭീരമായ ജെട്ടി, ആറാടുന്ന ജെട്ടി. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എന്നെ പിച്ചക്കാരനാക്കല്ലേ. പഞ്ചായത്ത് ജെട്ടി, ഗംഭീരമായ ജെട്ടി, ആറാടുന്ന ജെട്ടി. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. ഓക്കെ സഹോദര, ഞാനൊരു കാര്യം പറയാം. താനേ അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഡാൻസ് ചെയ്യാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് ചെയ്യാതെ ഒരു റിവ്യൂ പുള്ളി ഡാൻസ് കളിക്കില്ലാണ്ടാണ് റിവ്യൂ പറയുന്നത്. പക്ഷെ കളിച്ചോണ്ടിരിക്കുമ്പോ ഡാൻസ് അറിയാണ്ട് വരും. എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ. അവനാണെന്ന് പറഞ്ഞ് കറിയാനിരിക്കും. എന്റെ മോനെ, എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിൽ മമ്മൂക്കാടെ ഒരു വോയിസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ പുള്ളി കളിക്കും. ഇത് തീർന്നില്ലേ? തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. പണ്ടാറടങ്ങാൻ തൊണ്ടയുടെ മസിൽ പൊട്ടിനെ തോന്നണേ. എന്നാലും സാറില്ല, തോൽപ്പിച്ചില്ല. അത് മതി, അത് മതി. ശരിക്കെന്താ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ഇറങ്ങുക. സാരമില്ല. ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. ചെല്ലേ